ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മൾ മറന്നാലും നമ്മെ മറക്കാത്ത സ്വർഗം ഉണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ വെളിപ്പെടുമ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ നമ്മുടെ പദ്ധതിയല്ല നടക്കേണ്ടത്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ നടക്കുമ്പോൾ സകല വിഷയത്തിനും പരിഹാരം ക്രിസ്തുവിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ആ പകർച്ചവ്യാധികളൊക്കെ ദേശത്ത് സംഭവിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുകുട്ടികളിൽ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് പൂർണ്ണ വിടുതലുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായിരിക്കും ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സർവ്വവിഷയത്തിനും പരിഹാരം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ്. ദാവീദ് ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ്, തന്നെ തന്നെ താഴ്ത്തുകയാണ്. ഈ എളിയവൻ എന്നെ വിളിച്ചു, യഹോവ കേട്ടു. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ പദവിയും തൻ്റെതായിരിക്കുന്ന ജീവിതത്തിൽ അനേക നന്മ, ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പറയുവാനുണ്ടെങ്കിലും താൻ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി പറയുക. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു. ഒരു കഷ്ടത്തിൽ നിന്നല്ല, സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു. സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കും ദൈവം. ആ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ദാവീദിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ദൈവത്തെ നമ്മൾ അറിഞ്ഞാൽ പോരാ, ദൈവത്തെ നമ്മൾ രുചിച്ചറിയണം. ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയാൽ നമ്മൾ ആ ഭക്ഷണം പിന്നെയും കഴിക്കുവാൻ വേണ്ടി ആഗ്രഹമുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തെ നമ്മൾ രുചിച്ചറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുകളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ആ ദൈവവുമായി ഒന്നുകൂടെ അടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ രുചിച്ചറിയുക. അറിഞ്ഞാ പോരാ, രുചിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, രുചിച്ചറിഞ്ഞിട്ടില്ല. രുചിച്ചറിഞ്ഞാൽ ഇനിയും പോരാ, ഇനിയും അങ്ങനെ ഒരു വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഈ എളിയവൻ എന്നെ വിളിച്ചു, യഹോവ കേട്ടു, അവൻ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. 8-ാം വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ദാവീദിന്റെ ജീവിതത്തിൽ സകലരും ഒറ്റപ്പെടുത്തിയപ്പോൾ, നിന്ദിച്ചപ്പോഴും പരിഹസിക്കുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന ദാവീദ് ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ണാലെ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം ഈ ദൈവം ഇന്നുമെന്നും എന്നെ വഴി നടത്തുന്ന ദൈവമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ദാവീദിനുള്ളത് കൊണ്ട്, ദാവീദിന് ഉണ്ടാകാൻ കാരണം ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളും ദൈവത്തെ അറിഞ്ഞാൽ പോരാ, രുചിച്ചറിയുന്നവരായി മാറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുകയാണ്. 10-ാം വാക്യം, ഇതൊരു വലിയ വാക്യമാണ്. ബാലസിംഹങ്ങൾ അല്ലേ, ഇരപിടിക്കുവാൻ ശക്തിയും ആരോഗ്യവും ഓടുവാനും കഴിവുള്ള ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. എന്ന വാക്യം അല്ലേ, ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഒരു നന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്രോതസ് വേണോ ആ സ്രോതസ്സെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആവശ്യങ്ങൾ ദൈവം അറിയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യാൻ നമ്മളങ്ങ് നിന്ന് കൊടുക്കുക. ദൈവത്തെ രുചിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ രുചിച്ചറിയുക. ദാവീദിന് പറയുന്നുണ്ട്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നത് സാത്താനല്ല, പിശാചല്ല, പേയല്ല, ഭൂതമല്ല, മറിച്ച് സർവശക്തനായിരിക്കും ദൈവം. അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവസൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്നവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉരുവാക്കിയ ദൈവം. യേശു ഒരിക്കൽ പത്രോസിനോട് ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോ എന്താ പറഞ്ഞത്? നീ ചൂണ്ടയെടുത്ത് കടലിൽ പോയി ആദ്യം കിട്ടുന്ന മീന്റെ അധരത്തിൽ നിന്ന് ചതുർദ്രഹ്മപ്പണമെടുത്ത് എനിക്ക് എന്നെ വായിക്കും അല്ലേ, ചതുർദ്രഹ്മപ്പണമെടുത്ത് എനിക്കും നിനക്കും കൊടുക്കാൻ.
ആഴക്കടലിൽ എത്ര മീനുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു വിട്ട് കടന്നു ചെന്ന് താൻ ചെല്ലുന്ന നിമിഷത്തിൽ അവിടെയുള്ള ചൂണ്ടയിൽ കുരുങ്ങുന്ന ആ മീന്റെ അധരത്തിൽ ഒരു ചതുർദ്രഹ്മ പണമുണ്ടെന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ പറഞ്ഞെങ്കിൽ നമ്മളോടും പറയൂന്നേ, എന്നോടും പറയും, നിങ്ങളോടും പറയും. ഹല്ലേലൂയ. നമ്മെ ആരെയും ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളുണ്ട്, പ്രിയമക്കളുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മക്കളെ ആർക്കും വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാതെ വണ്ണം ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നീതിമാന്മാർ നിലവിളിച്ചു. ഉണ്ടോ? നീതിമാന്മാർക്ക് നിലവിളിക്കുന്ന അനുഭവത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നു. ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ നീതിമാന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യഹോവ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നീതിമാനായതുകൊണ്ട് നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആര് കേൾക്കും? ദൈവം കേൾക്കും. നീതിമാൻ അല്ലെങ്കിലോ നമ്മുടെ കഷ്ടത കേൾക്കുന്ന അയൽവക്കക്കാരായിരിക്കും. അവർ പറയും, അവൻ എപ്പോഴും ഇങ്ങനെയാ ഈ അസുഖം എന്ന് പറയും, എപ്പോഴും ഇങ്ങനത്തെ സ്വഭാവം, അതൊന്നും ഗവനിക്കണ്ടെന്ന് പറയും. യഹോവ കേട്ടാലോ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിക്കും. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്, ഞാൻ വിടുവിക്കുന്ന യഹോവയാണ്, സകല വിഷയത്തിനും പരിഹാരം തരുന്ന ക്രിസ്തു അത്രേ. ആ ദൈവത്തിനും നമ്മളോട്, ആ ദൈവവുമായിട്ടാണ് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത്, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അവസാന ഭാഗത്തേക്ക് വരാം. 19-ാം വാക്യം വായിച്ചാൽ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നീതിമാന്റെ ജീവിതത്തിൽ കഷ്ടതകൾ കൂടി വരുന്നത്, പെരുകി വരുന്നത് ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം എന്താണെന്നറിയാമോ? കഷ്ടതകൾ കൂടുമ്പം ഉപവാസപ്രാർത്ഥന ഉണ്ടാവും. കഷ്ടതകൾ കൂടുമ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാവും. കഷ്ടത കൂടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. അപ്പൊ കഷ്ടതകൾ പെരുകും തോറും തൻ്റെ ഭക്തന്റെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ സകല വിഷയത്തിനും പരിഹാരം ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും.